8 മാസം മുമ്പാണ് കട്ടപ്പനയിൽ നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് വ്യാപാരി സാബു തോമസ് ആത്മഹത്യ ചെയ്തത്. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സഹകരണ സൊസൈറ്റി ജീവനക്കാരായ 3 പേരെ പ്രതി ചേർത്ത് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് നടപടി ഒട്ടും തൃപ്തികരമല്ലെന്നാണ് സാബുവിൻ്റെ കുടുംബം ഇപ്പോഴും പറയുന്നത്. പോലീസ് എടുത്ത കേസിന് എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് നോക്കാം. ഏറെ കോളിളക്കമുണ്ടാക്കിയ കേസായിരുന്നു കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യ. ഭാര്യയുടെ ചികിത്സാ ചെലവിന് പണം ആവശ്യപ്പെട്ട് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെത്തിയപ്പോൾ ജീവനക്കാർ മർദ്ദിച്ചുവെന്നും അസഭ്യം പറഞ്ഞുവെന്നുമായിരുന്നു ആത്മഹത്യാക്കുറിപ്പിൽ സാബു എഴുതിയിരുന്നത്. ഇതുകൂടാതെ CPIM ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള VR സജി ഫോണിൽ ഭീഷണിപ്പെടുത്തിയതും ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്ന് കുടുംബം ആരോപിച്ചു. 2024 ഡിസംബർ 19 സാബു തോമസ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുൻപിൽ ആത്മഹത്യ ചെയ്തത്. ഏറെ കോളിളക്കമുണ്ടാക്കിയ കേസിൽ 2025 ഏപ്രിൽ 9 സൊസൈറ്റി സെക്രട്ടറി റെജി അബ്രഹാം, സീനിയർ ക്ലർക്ക് സുജമോൾ ജോസ്, ജൂനിയർ ക്ലർക്ക് ബിനോയ് തോമസ് എന്നിവരെ പ്രതികളാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ സാബുവിനെ ഫോണിൽ ഭീഷണിപ്പെടുത്തിയ CPIM നേതാവ് VR സജിയെ പോലീസ് മനഃപൂർവ്വം ഒഴിവാക്കി. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ? എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പണിയൊന്നും അറിയത്തില്ല. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം. രാവിലെ ഇവരെ പ്രതിരോധിച്ച് സാവു നിന്നിരുന്നു. കാരണം ബിനോയ് പിടിച്ചു തള്ളുന്നു, സാവു അവിടെ ചെല്ലുന്നു. എൻ്റെ ഭാര്യ ആശുപത്രിയിലാണ്, ഒരു 2 ലക്ഷം രൂപ മാത്രമേ നിങ്ങളോട് ആവശ്യപ്പെട്ടുള്ളൂ, അതുപോലും തരാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഞാൻ എങ്ങനെയായാലും അവിടെ വന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ സാവിനെ പിടിച്ചവർ തള്ളുക, തൻ്റെ ഒരു കോപ്പ് കാശെന്ന് പറഞ്ഞ് പിടിച്ച് തള്ളി. അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. അത് പറയാൻ കൊള്ളുകയില്ലാത്ത കാര്യങ്ങൾ ഇവർ പറഞ്ഞുണ്ടാക്കി സാവിനെ കുറിച്ച്. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് ഞാൻ നീങ്ങിയായിരുന്നു. സമൂഹത്തിൽ പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇത്രയും പാവം ഒരു മനുഷ്യനെ കുറിച്ച്. കുറ്റപത്രം സമർപ്പിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല. VR സജിയെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും കുടുംബം പിൻവാങ്ങി. കേസിൽ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലെന്ന് മേരിക്കുട്ടി. കംപ്ലൈന്റ് ആയിട്ട് എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. കാരണം എനിക്ക് മുട്ടിനും ഓപ്പറേഷൻ പറഞ്ഞിരുന്ന ആളാണ്. ഊട്ടർസ് ഓപ്പറേഷൻ ചെയ്തോടെ ഒരാളെ തീർത്തു. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ വല്ലാത്ത സ്റ്റേജിലാണ്. കാരണം എൻ്റെ 2 മക്കളെ വളർത്തണ്ടേ, മുന്നോട്ട് നീങ്ങണ്ടേ. ആ അവസ്ഥയിലോട്ട് ഞാൻ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, ഒരു മനുഷ്യർ എൻ്റെ കൂടെ ഇല്ല. രാഷ്ട്രീയ സ്വാധീനം മൂലമുള്ള ഇടപെടൽ നീതി നിഷേധത്തിന് കാരണമാകുന്നുവെന്നാണ് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറയുന്നത്. സാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് കാരണക്കാരായവരെല്ലാം ഇപ്പോഴും നിയമത്തിന്റെ സംരക്ഷണയിൽ കഴിയുന്നുവെന്നാണ് മേരിക്കുട്ടി ആവർത്തിക്കുന്നത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.